സ്റ്റാർ സീഡ്സ്. വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. നമുക്ക് ഇന്നത്തെ ഭഗവാൻ കൃഷ്ണന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നവയെല്ലാം വിട്ടുകളയുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഹെൽപ്പ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, അബണ്ടൻസ്, കാണാവോ, പിന്നെ പ്രൊട്ടക്ഷൻ. 3 കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യം നടക്കാനാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളിലോട്ട് നടക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. നിങ്ങൾ ഒരു മാറ്റമില്ലാത്ത സ്റ്റക്കായി പോയ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിനായി ഭഗവാൻ തന്നെ വഴി കാണിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അഥവാ ഡൗട്ട്സിനും ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യൂ. നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് ഭഗവാൻ തന്നെ തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ധാരാളം അബണ്ടൻസ് വരുന്നതിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മുടക്കം കൂടാതെ നിങ്ങൾ ചെയ്യുന്ന റിച്വൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യുക. ഒരു മുടക്കം വരുത്തരുത് കേട്ടോ. പ്രാർത്ഥനകളാണെങ്കിൽ അങ്ങനെ, പിന്നെ ദേവാലയങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധാരാളം അബണ്ടൻസ് ആണ് വരാൻ പോകുന്നതെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഹൈ എനർജി വൈബിൽ തന്നെ അത് റിസീവ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഇമോഷണലി നിങ്ങൾ ഹൈ എനർജി അട്രാക്ട് ചെയ്ത് പോസിറ്റീവ് ആവുക. എല്ലാ സമയത്തും പോസിറ്റീവായി തന്നെ നിങ്ങൾ ഇരിക്കുക. ഇമോഷണലി ഡൗൺ ആയി പോകാൻ പാടില്ല കേട്ടോ ഈ ടൈമിൽ. കാരണം അത്രയേറെ അബണ്ടൻസ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ ഇത് നിങ്ങളിലോട്ട് അബ്സോർബ് ആവണമെങ്കിൽ നിങ്ങൾ ഹൈ എനർജി വൈബിൽ തന്നെ നിൽക്കണം കേട്ടോ. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വളരെയേറെ, ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ ഭഗവാൻ സംരക്ഷിക്കുന്ന അതേ രീതിയിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങളിലേക്ക് തന്നെ സ്വയം കണക്റ്റ് ആവുക. പിന്നെ കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യുക, കണ്ണടച്ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചു നേരം ആദ്യം 1 മിനിറ്റ് ചെയ്യുക, പിന്നെ 2 മിനിറ്റ്, പിന്നെ അത് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. അങ്ങനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും ഭഗവാൻ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെയേറെ പ്രൊട്ടക്ഷൻ ഭഗവാൻ തരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. താങ്ക് യു വെരി മച്ച്.